അങ്ങോട്ടേക്ക്. ഹലോ ഹലോ ചേട്ടോ ശരിയല്ല കേട്ടോ. എന്റെ മനുഷ്യ, ഇത് നമ്മുടെ വാർഡ് മെമ്പർ അല്ലേ? എന്തോ നിങ്ങൾ മെമ്പറാണോ? പിന്നെ അല്ലാതെ ഇത്രയും ജനകീയ നേതാവായ എന്നെ അറിയില്ല. ഇല്ല, എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. എന്റെ പേര് PV പീതാംബരൻ. സ്നേഹമുള്ളവർ PV എന്നേ വിളിക്കാറുള്ളൂ. പഞ്ചവത്സരപ്പത്തിന്റെ പോലെ വരണോണ്ടായിരിക്കും TVയിൽ വിളിക്കണല്ലേ? ആരെയും ഞാൻ മെമ്പറൊന്നുമല്ല, ബ്രോക്കറാണ്. ഇതിൽ നടന്നു കല്യാണം നോക്കുന്ന ചെക്കന്മാരെ പെണ്ണുങ്ങളുടെ ഫോട്ടോ ആണ്. ജോമോഹൻ പുതുവി, മനോജ് കാരമല, 28 വയസ്സ്. ഇതല്ലാതെ കാണാൻ കൊള്ളാൻ ആരും ഇല്ലേ? അത് ഞാൻ നിങ്ങളിപ്പോ പിള്ളേർ ഇഷ്ടം ഇത് നമ്മുടെ സിനിമ അറിയാൻ ആ പൊക്കുട്ടി എത്ര നല്ല ആരോഗ്യമുള്ള പൊക്കുത്താണ് അറിയോ നിങ്ങൾക്ക്? പക്ഷെ ഒന്നും നടന്നില്ല. ആ പുള്ളി ഇപ്പൊ തന്നെ ആടി അറിയണം. അതിന്റെ കൂടെ ഇത്തള്ളും കൂടെ വേണം കേട്ടോ. എന്റെ കയ്യിൽ നല്ല കിളികളി പോലെയുള്ള പെൺകുട്ടികളുണ്ട്. ഇവിടുത്തെ ചെക്കൻ നോക്കിയാലോ? പിന്നെ പണിയും കൂലിയില്ലാത്ത അവനങ്ങനെ പെട്രോളിനാണ്. ഇതൊന്നുമില്ലാത്ത നിങ്ങൾക്ക് എന്നെ പോലെ ഒരു സുന്ദരീനെ കിട്ടിയില്ലേ? അവനെ നല്ല വിദ്യാഭ്യാസമുണ്ട്. പിന്നല്ല, അപ്പൊ MDMA അല്ലേ? ഈ വീട്ടിൽ എന്നിട്ടാണോ ഞാൻ മാട്ട സാധനം? ഇതൊക്കെ ആരോട് പറയാം? അവൻ മൂവി ഡയറക്ഷൻ MA വരെ പഠിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. മെമ്പർ വന്ന കാര്യം പറഞ്ഞത് മനസ്സിലാക്കി പോയി. അല്ല ഏട്ടാ, നമുക്ക് ഈ വീടൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കട്ടെ. അതൊന്നുമില്ല. കാശില്ലാത്തതുകൊണ്ട് പലരും വിദ്യാഭ്യാസം നോക്കി. പക്ഷെ കാശില്ലാത്തതുകൊണ്ട് ആരും കളവ് നിർത്തുന്നില്ല. അതല്ല, മെമ്പർ ഒരു വലിയ മനുഷ്യനാണ് എന്ന് കരുതി ഒരു 10 ചോദ്യം ചോദിക്കും. ഇതാണ് ഇങ്ങേരുടെ കുഴപ്പം. ഒരു ലോട്ടറി അടിച്ചിരുന്ന എന്റെ കഷ്ടപ്പാടെല്ലാം മാറിയത്. ദൈവമേ, ഒരു ലോട്ടറി അടിക്കാൻ എന്താ ചെയ്യണ്ടേ? ആദ്യം ലോട്ടറി എടുക്കണം. ആ കാശ് എടുത്തോണ്ട് പോയാൽ ഇങ്ങനെ കളി. ഏട്ടാ, ഇങ്ങനെ സ്വന്തം കാര്യത്തൊക്കെ ജീവിച്ചാൽ മതിയോ? കളവ് വിളിച്ചാലും ലോട്ടറി എടുത്താലും സർക്കാർക്ക് വരുമാനല്ലേ? എന്നുവെച്ചാൽ ഏതൊക്കെ ഒത്തു ചെയ്താൽ പോലെ സർക്കാർ കിട്ടിയ അച്ചടക്ക് എന്നിട്ടാണ് ഉമ്മാര് പറയുന്നത് ജാതിയുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കണേ. ഇങ്ങനെ കണ്ണൂടിയേക്കാൾ സഹിക്കാൻ വയ്യാത്ത ഈ വർത്താനം. ഞാൻ പോയി നിങ്ങൾക്ക് ചായ എടുക്കാം. എന്നാ കുറച്ച് ടച്ചിലോട്ടു ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? നല്ല സ്ത്രീധനം കിട്ടുന്ന പെൺപിള്ളേർ വല്ലതും ഉണ്ടോ? ഞാൻ ബ്രോക്കറല്ല. ഇതോ ഇത് ഞങ്ങൾ മെമ്പർമാരുടെ കയ്യിലുള്ള ഒരു പാരമ്പര്യ പ്രോപ്പർട്ടിയാണ്. അല്ല ചേട്ടാ, നമുക്ക് വീടൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണ്ടേ? മെമ്പറെ, നമുക്ക് ഇത് പൊളിച്ച് ഹൈടെക് വീട് പറഞ്ഞാലോ? ഞാൻ ബ്രോക്കറാണ്. അത്രയ്ക്ക് വേണം. ചെറിയ മെയിൻ്റെനൻസ് ചെയ്താൽ പോരെ. ചേട്ടൻ്റെ മോനെല്ലാം ഏറ്റിട്ടുണ്ട്. അവനൊരു കോൺട്രാക്ടറെ കൊണ്ടുവരും. 10 ലക്ഷം പഞ്ചായത്തിൽ നിന്ന് വേണ്ടി 3 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി ബാക്കി നമ്മളെടുക്കും. ഓ, അപ്പൊ എനിക്കും അപ്പൊ താനല്ലേ പറഞ്ഞത് 25 ലക്ഷം രൂപ സ്ത്രീധന പെണ്ണിനെ കൊണ്ടുവരുന്നു. അപ്പൊ അതിന്റെ കമ്മീഷൻ തനിക്ക് കിട്ടില്ലേ?
ഇതേ എന്റെ കമ്മീഷൻ. ദേ മോനൊരു സർപ്രൈസ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അമ്മേ, എന്റെ കോൺട്രാക്ടറിന്റെ മോളിലെ കല്യാണം കഴിഞ്ഞു. ആ നിലവിൽ കൊണ്ടുവന്ന് വന്നേ. അപ്പൊ അത് ഇനി അവന്റെ അമ്മാവിന്റെ കാശ് കൊണ്ട് പറഞ്ഞു. അപ്പൊ എന്റെ കമ്മീഷൻ ഒളിച്ചോട്ടത്തിനാണോ കമ്മീഷൻ കൊടുക്കണം? ഇപ്പൊ മനസ്സിലായോ? എന്റെ മോനെ എന്റെ അല്ല, അവന് MBA. അതന്നെ മെമ്പറേയും ബ്രോക്കറേയും ആ സഖ്യം